ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യയിലെ സമ്മർ ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കാര്യമായ നീക്കങ്ങൾ ഒന്നും ഇത്തവണ നടന്നിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ISL നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ മാസത്തിലെങ്കിലും ISL നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകം പൂർത്തിയായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേവലം 3 സൈനിങ്ങുകൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. അതായത് അമീർ അണവാടെ, അതുപോലെ തന്നെ അർഷ് അൻവർ ഷെയ്ഖ്, സുമീത് ശർമ്മ, ഈ 3 താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ അമീർ അണവാടെ, അതുപോലെ തന്നെ അർഷ് അൻവർ ഷെയ്ഖ് എന്നിവരുമായി നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റിൽ എത്തിയിരുന്നു. അതിനുശേഷം സുമീത് ശർമ്മയെ മാത്രമാണ് പിന്നീട് ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം നീക്കങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. അതേസമയം 9 താരങ്ങൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. നിരവധി വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. ബ്രൈസ് മിറാണ്ട, സൗരവ് മണ്ഡൽ, അതുപോലെ തന്നെ കോമെ പെപ്ര, ഇഷാൻ പണ്ഡിത, മിലോസ് ഡ്രിൻസിച്ച്, രാകേഷ് മീട്ടൈ, അർബാസ്, ജീസസ് ജിമിനസ്, ഇവർ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞ താരങ്ങളാണ്. ഇതിൽ രാകേഷ് മീട്ടൈ, അതുപോലെ തന്നെ അർബാസ്, ഈ 2 താരങ്ങളും ലോൺ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള താരങ്ങൾ സ്ഥിരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ 9 താരങ്ങളെ ക്ലബിന് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. വിദേശ താരങ്ങളെ ഒന്നും ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അതേസമയം 3 വിദേശ താരങ്ങളെ ക്ലബ്ബ് പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഒരുപാട് താരങ്ങളെ ക്ലബിന് ആവശ്യമാണ്. സമ്മർ ട്രാൻസ്ഫർ ജാലകം അടച്ചത് കൊണ്ട് തന്നെ ക്ലബ്ബുകൾ തമ്മിലുള്ള ഡീലുകൾ നടക്കില്ല, അഥവാ ക്ലബ്ബുകൾ തമ്മിലുള്ള ഇടപാടുകൾ അഥവാ കൈമാറ്റങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. അതേസമയം ഫ്രീ ഏജന്റ് ആയ താരങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഫ്രീ ഏജന്റ് ആയ താരങ്ങളെ സൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഭാവിയിൽ നടത്തുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.